ഗവർണർ എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 15 കിലോമീറ്റർ ദൂരമാണ് ഗസ്റ്റ് ഹൗസിലേക്കുള്ളത്. വലിയ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടി തന്നെയാണ് ഗവർണറുടെ യാത്ര. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ജയപ്രകാശ് കൂടിയുണ്ട്. JP, ഗസ്റ്റ് ഹൗസിൽ ഏത് തരത്തിലാണ് അവിടെ സുരക്ഷയൊക്കെ ഒരുക്കിയിരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ ഇനി ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? മുന്നിൽ കാണുന്നുണ്ടോ പോലീസ്? പോയില്ലേ ഗവർണർ പോയി. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാല കവാടത്തിനകത്തേക്ക് തന്നെ വിദ്യാർത്ഥികളെ കടത്തിവിടാത്ത രീതിയിലുള്ള പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ കണ്ടതുപോലുള്ള വലിയ ഒരു പ്രതിഷേധം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ 2-3 പേരൊക്കെ ചേർന്ന് കരിങ്കൊടി കാണിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അവരെ പിടിച്ചു മാറ്റുന്നതിനായി വഴിയിലുടനീളം വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, അപ്പുറത്ത് ഈ തൊട്ടടുത്താണ് ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അവിടെയും നിറയെ പോലീസുകാരാണ് ഉള്ളത്. ഒരു തരത്തിലും വിദ്യാർത്ഥികളെ ആ ഭാഗത്തേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഗവർണർ ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണും എന്നുള്ള ഒരു വിവരവും നമുക്ക് പുതിയതായി ലഭിക്കുന്നുണ്ട്. ശരി, എന്തായാലും വലിയ സുരക്ഷ തന്നെയാണ് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെയും ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രതിഷേധമൊക്കെ കണക്കിലെടുത്ത് JP, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് SFIയുടെ ആരോപണം. ആ അടിസ്ഥാനത്തിലാണ് SFI കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പ്രതിഷേധം നടത്തുകയാണ്. പിന്നീടാണ് നമ്മൾ ഈ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കും ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വണ്ണത്തിൽ തന്നെ ഗവർണർ ഈ വിഷയത്തെ കാണുകയും അങ്ങനെ ഗവർണർ SFI പ്രതിഷേധിക്കുകയാണെങ്കിൽ അതേ സർവകലാശാലയിലേക്ക് തന്നെ വന്നിട്ട് അവിടെ തന്നെ താൻ തങ്ങുമെന്നുള്ള നിലപാടിലേക്കൊക്കെ ഗവർണർ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്.